ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിനിക്സ്. അപ്പോൾ ഇത് നീനുമിസ് ആണ്. അപ്പോൾ നമ്മൾ ബോട്ടണിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും ക്രിസ്പ് ആയിട്ട് നോട്ട്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം അടുത്ത ദിവസം നമ്മുടെ ബോട്ടണീൻ്റെ അതുപോലെ ബയോളജീൻ്റെ എക്സാം ആണ് അല്ലേ. അപ്പം ആ ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് മിസ് ഈ ഒരു പെർട്ടിക്കുലർ നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ചിലപ്പം ബൈ ചാൻസ് എന്തെങ്കിലുമൊക്കെ റീസൺസ് കാരണം നിങ്ങൾക്ക് ബയോളജിയിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവാം, പാസ്സാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നോ വെറീസ്, അത് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്കൊരു ചാൻസ് മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. ആ ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണെങ്കിലും ബയോളജിക്ക് പാസ്സാവും. ഓക്കെ, നോ ഡൗട്ട്സ് ഇൻ ദാറ്റ്. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യുന്നവരോട് മിസ്സിന് ഈ ഒരു നോട്ട്സ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല. ലൈക്ക് ഇത് ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റിന് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവും ബയോളജി. അല്ലാതെ ഈ ഒരു നോട്ട്സ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇമ്പ്രൂവ് ചെയ്യുന്നവർ എന്താണെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ശരിക്കും ഒരു ചാപ്റ്ററിന്റെ നോട്ട് ഒരു പേജിൽ എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒറ്റ പേജിൽ നമ്മൾ ആ ഒരു നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്സ് മിസ് വേഗം പറയും, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. കൃത്യമായിട്ട് ഈ ഒരു ഭാഗം തന്നെ പഠിച്ചു പോവുക. ഈ ടോപ്പിക്സ് നിങ്ങൾ പറ്റുന്ന പോലെ എങ്ങനെയാണോ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇത് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. അപ്പം അവിടെ 4 വാൾ ലെയേഴ്സ് ആണുള്ളത്. ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എപ്പിഡെർമിസ്, എൻഡോതീക്കം, മിഡിൽ ലെയർ. ഓക്കെ, അത് 3 എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷനും അതുപോലെ ടേൽ സെൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ആൻഡ് ഇന്നർമോസ്റ്റ് നമുക്ക് ഒരു ലെയറും കൂടി ഉണ്ട്, അതാണ് നമ്മുടെ ടപ്പീറ്റം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മക്കളെ. നിങ്ങൾ ഇത് നോട്ട് ഡൗൺ ചെയ്ത് തന്നെ പഠിക്കുക. ടപ്പീറ്റം എന്തിനു വേണ്ടിയിട്ടാണ്? നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ. ഇനി പോളൻ ഗ്രെയിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. പോളൻ ഗ്രെയിനിൽ 2 ലേയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ എക്സ്റ്റേണൽ ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എക്സൈൻ ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ എക്സൈന് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോറോപൊളനിൻ വെച്ചിട്ടാണ്. അതാണ് മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ആ ഒരു വ്യൂ കൂടെ കാണാൻ പറ്റും. അത് നമ്മളോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അവിടെ ആ ഒരു പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചൊന്ന് പഠിക്കുക. അതെങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതും പലപ്പോഴും നമ്മളോട് നെയിമിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അത് മിസ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിനിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സൈൻ ആണ്. ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ വാൾ എന്ന് പറയുന്നത് ഇൻഡൈൻ ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ്. മറ്റെന്താണ്? സ്പോറോപൊളനിൻ വെച്ചിട്ടാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനിൽ നമുക്ക് എന്താണ്? 2 സെൽസ് ആണ് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഓർമ്മയുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് മിസ് വരയ്ക്കുകയാണ്. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ ജനറേറ്റീവ് സെല്ലും ഉള്ള ആ ഒരു 2 സെൽഡ് സ്റ്റേജിന്റെ പിക്ചർ, പോളൻ ഗ്രെയിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. അത് നമ്മളോട് നെയിം ചെയ്യാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വെജിറ്റേറ്റീവ് സെല്ലാണ് എന്താണ്? ബിഗർ ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത്. അത് ശരിക്കും മീൻസ് ഫുഡ് റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് സെല്ലാണ്. അവിടെ ഒരു ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ജനറേറ്റീവ് സെല്ല് ശരിക്കും പറഞ്ഞാൽ സ്മോളർ ആണ്. അത് നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഉള്ളിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് അല്ലെ, എംബ്രിയോ സാക്ക് ആണ് നമ്മുടെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. അതിന്റെ ഒരു പെർട്ടിക്കുലർ പിക്ചർ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മീൻസ് ആൻജിയോസ്പേമിന്റെ എംബ്രിയോ സാക്കിൽ നമുക്ക് എത്ര സെൽസ് കാണാൻ പറ്റും? മെച്യൂർഡ് ആയി കഴിയുമ്പോൾ എത്ര സെൽസും എത്ര ന്യൂക്ലിയസും കാണാൻ പറ്റും? അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഏറ്റവും എൻഡിൽ മൈക്രോപൈലാർ എൻഡിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. 3 സെൽസ് ടുഗെദർ. ഓക്കെ, അതാണ് നമ്മുടെ എഗ് അപ്പാരറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് നടുക്കായിട്ട് എന്താണ്? എഗ് ഉണ്ട്. അതിന്റെ സൈഡിൽ നമുക്ക് 2 സിനർജിഡ്സും കാണാൻ പറ്റും. അപ്പോൾ ഒരു എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അതാണ് സിനർജിഡ്സ് ആൻഡ് 1 എഗ് സെൽ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കാം. ഇനി ഈ ഒരു പെർട്ടിക്കുലർ സിനർജിഡ്സിൽ നമുക്ക് ഫിലിഫോം അപ്പാരറ്റസ് കാണാൻ പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പോളൻ ഗ്രെയിന് കറക്റ്റ് ആയിട്ട് എന്താണ്? ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ
ഫിലിഫോം അപ്പാരറ്റസ് അവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് എന്താണ്? ഗൈഡിങ് ദ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, കൃത്യമായിട്ട് സിനോജിഡ്സിലേക്ക് എത്തി എന്താണ് നമ്മുടെ എഗ്ഗിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സെൻട്രൽ സെല്ലിൽ നമുക്ക് എന്താണ് 2 പോളാർ ന്യൂക്ലിയ കാണാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ മൈക്രോപൈലാർ എൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ചെല സെൽ എൻഡ് കാണാം. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞ ആന്റിൽപോഡൽ സെൽസും കാണാൻ പറ്റും. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് 7 celled 8 nucleate സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. അതിന്റെ സെന്ററിലുള്ള പോളാർ ന്യൂക്ലിയ എന്താണ്? ആ സെൻട്രൽ സെല്ല് കാണുന്നതിൽ നമുക്ക് 2 ന്യൂക്ലിയ കാണാൻ പറ്റും. ഓക്കെ, ഫൈൻ. യാ, ഇനി നെക്സ്റ്റ് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് പോളിനേഷൻ. അപ്പൊ എന്താണ് ബേസിക്കലി പോളിനേഷൻ? പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഏജൻസി ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പം അതിന്റെ ബേസിസിൽ എന്താണ് ഇവിടെ നമുക്ക് ഡിഫറെന്റ് പോളിനേഷൻ പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത് അതിന്റെ ബേസിസിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോഗമി ആണ്. ഓട്ടോഗമി എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് പോളിനേഷൻ ആണ് അല്ലെ. അതായത് സെയിം ഫ്ലവർ ആന്തറും സ്റ്റിഗ്മയും തമ്മിലാണ് ആ ഒരു പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഓട്ടോഗമി എന്ന് പറയും. പിന്നെ ജെയ്റ്റ്നോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫ്ലവേഴ്സ് അവിടെ ഇൻവോൾവ് ആയിരിക്കും, പക്ഷെ എന്താണ്? ഒരേ ചെടിയായിരിക്കും. ഓക്കെ, ഓട്ടോഗമിയിൽ എന്താണ്? ഒരേ ചെടിയിലെ ഒരേ പൂവിന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇനി ജെയ്റ്റ്നോഗമി വരുമ്പോഴത്തേക്കും എന്താണ്? ജെയ്റ്റ്നോഗമിയിൽ 2 ഫ്ലവേഴ്സ് ഇൻവോൾവ് ആയിരിക്കും, പക്ഷെ ഒരേ പ്ലാന്റ് തന്നെ ആയിരിക്കും. അതും ഒരു കൈൻഡ് ഓഫ് സെൽഫ് പോളിനേഷൻ തന്നെയാണെന്നുള്ള കാര്യം മക്കൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ സീനോഗമി. സീനോഗമി എന്ന് പറയുന്നത് ആക്ച്വലി ക്രോസ് പോളിനേഷൻ ആണ്. അതായത് 2 ഫ്ലവേഴ്സും എന്താണ്? 2 ഡിഫറെന്റ് പ്ലാന്റ്സിലായിരിക്കും. ഓക്കെ, ഒരു പ്ലാന്റിലെ ഫ്ലവറിൽ നിന്നും എന്താണ്? പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിലേക്ക് എത്തും. ഓക്കെ, അവിടെ ഒരു ഏജന്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും പോളിനേഷന് വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പം അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ ക്രോസ് പോളിനേഷൻ ഉണ്ടാവുമ്പോൾ മാത്രമാണ് പുതിയ ജനറ്റിക് വേരിയേഷൻസ് രൂപപ്പെടുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം കൂടുതൽ എന്താണ്? ക്രോസ് പോളിനേഷൻ ആണ് നേച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അവിടെ എന്താണ്? ഡിഫറെന്റ് പ്ലാന്റ് ആണെങ്കിലും സെയിം സ്പീഷീസ് ആയിരിക്കും കേട്ടോ. യെസ്. ഇനി ചാസ്മോഗമസും അതുപോലെ ക്ലീസ്റ്റോഗമസും 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മളോട് വല്ലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചാസ്മോഗമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഓപ്പൺ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ആന്ത്രം സ്റ്റിഗ്മ ഒക്കെ കാണുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചാസ്മോഗമസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്രോസ് പോളിനേഷൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയത്ത് ക്ലീസ്റ്റോഗമസ് എന്ന് പറയുന്നത് എന്താണ്? അതെപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് കാണുന്നതാണ്. ഓട്ടോഗ്യാമസ് ഫ്ലവേഴ്സ് നമുക്ക് പറയാം. അതിന്റെ ഉള്ളിൽ തന്നെ സെൽഫ് പോളിനേഷൻ ഉള്ള ചാൻസസ് മാത്രമേ ഉള്ളൂ. എപ്പോഴും എന്താണ്? ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അവരെ നമ്മൾ ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി പോളിനേഷൻസ് ഡിഫറെന്റ് ഏജൻസിന്റെ ബേസിസിൽ നമുക്ക് വിൻഡ് പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഈ ഒരു അഡാപ്റ്റേഷൻസ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. 3 മാർക്കിന് വരെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ അവിടെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇവിടെ നെക്ടർ ഉണ്ടാവില്ല, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസ് ഒന്നും ഉണ്ടാവില്ല, ഷോയി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്നും ആയിരിക്കില്ല. പിന്നെ അതുപോലെ സ്പെഷ്യൽ കുറച്ച് അഡാപ്റ്റേഷൻസ് ഇവർക്കുണ്ട്, അത് നോക്കുക. പ്ലാന്റ്സ് പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് പോളൻ. പോളൻ എപ്പോഴും ലാർജർ എമൗണ്ട്. നമ്മുടെ അപ്പൂപ്പൻ താടിയൊക്കെ ഓർത്തിരിക്കുക. അവിടെ നമ്മൾ ജസ്റ്റ് അത് പോയിട്ട് തൊടുമ്പോഴത്തേക്കും ഒത്തിരി എണ്ണം ഇങ്ങനെ പുറത്തേക്ക് വരണ്ട. അത് മൊത്തം എന്താണ്? ആക്ച്വലി പോളൻ ആണ്, റൈറ്റ്? പിന്നെ വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റീമൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫെദറി ആയിട്ടുള്ള എന്താണ്? ഫെദറി ആയിട്ടുള്ള അതുപോലെ ലാർജ് ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോളനും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഫെദറി ആയിരിക്കും, റൈറ്റ്? പിന്നെ ഫ്ലവേഴ്സ് കൂടുതലും ഒരു ഇൻഫ്ലോറസൻസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോളൻ ഗ്രെയിൻസ് ലൈറ്റും നോൺ സ്റ്റിക്കി ആയിരിക്കും അല്ലെ. എങ്കിലും മാത്രമേ അത് വിൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് അനുസരിച്ച് മൂവ് ചെയ്ത് മറ്റൊരു പ്ലാന്റിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇനി വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ആണ്. ഇതെല്ലാം മക്കൾ ഇതേപോലെ തന്നെ പഠിക്കണേ. നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. എളുപ്പമാണ്, പക്ഷെ ചോദിക്കാറുണ്ട്. പോളൻ ഗ്രെയിൻസ് എന്താണ്? ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആയിരിക്കും. ഏതില്? വാട്ടർ പോളിനേറ്റഡില്. പിന്നെ പ്രൊട്ടക്റ്റഡ് ബൈ എ ഷീത്ത്. ഓക്കെ, ഒരു മ്യൂസിലേജസ് കവറിങ് വെച്ചിട്ട് എന്താണ്? എപ്പോഴും പോളൻ ഗ്രെയിൻസ് കവേർഡ് ആയിരിക്കും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വെറ്റിങ് നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റിഗ്മ എന്താണ്? നോൺ വെറ്റഡ് ആയിരിക്കും. അതുപോലെ ലാർജർ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇവരും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നെക്ടർ ഇല്ല, ഷോയി ആയിരിക്കില്ല. ഓക്കെ, ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ കേസിലോ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്ടർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും എപ്പോഴും കാണുന്നത്. അതിനുവേണ്ടി ആയിരിക്കും ഇൻസെക്ട്സ് അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്താണ് ഈ പറഞ്ഞ പോളിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ കുറെ സ്മോളർ ഫ്ലവേഴ്സ് ഒരു ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താണ്? ഈ ഒരു ഫൗൾ ഓർഡർ പലപ്പോഴും
പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസെക്ട്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ. ഓക്കെ, ഇനി നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ദ യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ്സ് ഫോർ ദ ഇൻസെക്ട്സ്. ആ ഒരു റിവാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും അവിടെ വരാറുള്ളത്. ഓക്കെ, പിന്നെ പോളൻ ഗ്രെയിൻസ് യൂഷ്വലി സ്പൈനി ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റിക്കി ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അത്രയൊക്കെയാണ് ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ്. ഓക്കെ, ഫൈൻ. ഇപ്പം നമ്മൾ ഈ ഒരു കാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ പലതരത്തിലുള്ള മീൻസ് എന്താണ് ചെറിയ ചെറിയ കുത്തി നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ എന്താണ്? ഓരോന്നിന്റെ പോളൻ ഗ്രെയിൻസ് ആണ് ആക്ച്വലി, അല്ലെ? നമ്മുടെ മേത്ത് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തോടത്ത് നിന്ന് അതിനെ പറിച്ചിടുമ്പോൾ എന്താണ്? അവിടെ അതിന്റെ പ്ലാന്റ് ഉണ്ട് എങ്കിൽ അവിടെ പോളിനേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്സ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഫസ്റ്റ് എന്താണ്? സെലക്ഷൻ ഓഫ് പാരന്റ്സ്. പിന്നെ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്? ഇമാസ്കുലേഷൻ ആണ്. അപ്പൊ ഇവിടെ ഇമാസ്കുലേഷൻ എന്താണ് നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആന്തേഴ്സിന്റെ റിമൂവലിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമാസ്കുലേഷൻ പ്രോസസ്സ് നടത്തുന്നത്? കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് നമ്മൾ അതിലേക്ക് പിന്നീട് ഡസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പം അവിടുത്തെ ആന്തറിനെ റിമൂവ് ചെയ്താൽ മാത്രമാണ് അവിടെ സെൽഫ് പോളിനേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇമാസ്കുലേഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തത് ബാഗിങ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാഗിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാഗിങ് ചെയ്യുന്നത്? നമ്മൾ ഈ ആന്തർ റിമൂവ് ചെയ്തു, അപ്പോൾ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. പിന്നെ പുറത്തുനിന്ന് വേറെ അൺഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും അവിടെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോളിത്തീൻ ബാഗ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ റീബാഗിങ് ചെയ്യുന്നു. ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്സ്. അതിൽ നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളത് ഇമാസ്കുലേഷനും ബാഗിങ്ങും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിംഗമി. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെയിൽ ഗമീറ്റ് എന്താണ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ്. അതിന് റിസൾട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ആണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. അപ്പം അവിടെ 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ട്, അല്ലെ? ഫസ്റ്റ് വൺ അവിടെ സിംഗമിയിൽ ഫ്യൂസ് ചെയ്ത് കഴിയും. രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? നമ്മുടെ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ പോളാർ ന്യൂക്ലിയയിലുള്ള അതുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ്? ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സിംഗമി ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്ന് ചോദിക്കും. അത് നമ്മളോട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നടക്കുന്നതുകൊണ്ടാണ് ആൻജിയോസ്പേംസിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ യൂണിക് ഫീച്ചർ ആണ് ഈ പറഞ്ഞ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇത് രണ്ടും നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ഇവിടെ എന്താണ്? ഈ പറഞ്ഞ സെൻട്രൽ സെല്ല് മീൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്, അല്ലെ? അത് പിന്നീട് എന്താണ്? എൻഡോസ്പേം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, റൈറ്റ്? ഇനി സൈഗോട്ട് എന്താണ്? എംബ്രിയോ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നു. ഫൈൻ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എംബ്രിയോന്റെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്, അല്ലെ? അപ്പൊ അതിൽ ഓരോ സ്റ്റേജ് കാണാൻ പറ്റും. ഈ സ്റ്റേജ് നിങ്ങളോട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഓർഡർ ഒന്ന് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പ്രോ എംബ്രിയോ, ദെൻ ഗ്ലോബുലാർ എംബ്രിയോ, ദെൻ ഹാർട്ട് ഷേപ്ഡ് ആൻഡ് മെച്യൂർ എംബ്രിയോ. ഈ ഒരു കാര്യം മാത്രം, ഈ ഒരു ഓർഡർ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോ കാണാൻ പറ്റും. ഇതൊന്ന് നെയിം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളോട് മീൻസ് എന്താണ് ചോയ്സ് ആയിട്ട് ചോദിക്കാനാണ് പതിവ്. ഓക്കെ, അതിൽ വരുന്നതാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി മോണോകോട്ട് എംബ്രിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മോണോകോട്ട് എംബ്രിയോയിൽ ഈ സിംഗിൾ കോട്ടിലേഡനെ എന്ത് വിളിക്കുന്നു എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സ്ക്യൂട്ടല്ലം ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഫ്രൂട്ട്സിന്റെ കേസിൽ നമുക്ക് ട്രൂ ഫ്രൂട്ട് ഉണ്ട്, ഫാൾസ് ഫ്രൂട്ട് ഉണ്ട്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ട്രൂ ഫ്രൂട്ട്സ്. പിന്നെ ഫാൾസ് ഫ്രൂട്ട് ആണെങ്കിലോ അതർ ദാൻ ഓവറി, അതായത് തലാമസിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ടിനെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക: ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് അതെന്താണ്? അത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫ്രൂട്ട് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് പൈനാപ്പിൾ ആൻഡ് ബനാന. ഇനി പോളി എംബ്രിയോണി എന്താണെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, അതിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ സിട്രസ് ആൻഡ് മാംഗോ. ഇനി അപ്പോമിക്സസ് എന്ന് അതെന്താണ്? നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡ്സ് ഫോം ചെയ്യുന്നു. അത് നമുക്ക് ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്, അല്ലെ? കാരണം ഓരോ ജനറേഷൻ കഴിയുമ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ പുതിയ സീഡ്സ് അവിടെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അത് ഫാമേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് പോകാം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് മിസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതിൽ 2 ടൈപ്സ് ഉണ്ട്. എക്സോന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ എൻഡിലാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എക്സോന്യൂക്ലിയസസ് എന്ന് പറയും. അതേസമയത്ത് എൻഡോന്യൂക്ലിയസസ് ആണെങ്കിൽ എന്താണ്? സ്പെസിഫിക് സൈഡിലാണ് കട്ട് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് സൈറ്റ്സിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്.
ഇനി വാട്ട് ഇസ് DNA ലിഗേസസ്? മോളിക്കുലാർ ഗ്ലൂവിനെയാണ് നമ്മൾ DNA ലിഗേസസ് എന്ന് വിളിക്കുന്നത്. അതായത് DNA സ്ട്രാൻഡ്സിനെ തമ്മിൽ എന്താണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഹൈൻ സെക്കൻഡ് ആണ്. അവിടെ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് പെയറിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, യെസ്. ഇനി റെക്കഗ്നിഷൻ സീക്വൻസ് ഓഫ് എൻഡോന്യൂക്ലിയസ് എൻസൈംസിനെ നമ്മൾ എന്താണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വിളിക്കാറുണ്ട്. അത് ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം പാലിൻഡ്രോമിക് സീക്വൻസിനെ. അപ്പം മലയാളം എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മുന്നോട്ട് വായിക്കുമ്പോഴും പുറകോട്ട് വായിക്കുമ്പോഴും എന്താണ് ഒരേപോലെയാണ്. ഇവിടെ നമ്മൾ 5' to 3' ആ ഒരു പാറ്റേണിലാണ് നമ്മൾ വായിക്കേണ്ടത്. ഇവിടെ 5' to 3' പാറ്റേണിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതേപോലെ സെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് വിളിക്കുക. നിങ്ങൾ ഒരെണ്ണം ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇനി റൂൾസ് ഫോർ നെയിമിംഗ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഒന്ന് പഠിച്ചിരിക്കണേ. ഫസ്റ്റ് ലെറ്റർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ജീനസ്, ഒരു ബാക്ടീരിയന്റെ ജീനസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡും തേർഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. ഇനി ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബാക്ടീരിയന്റെ സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് റൂമൻ നമ്പർ, ഏറ്റവും ലാസ്റ്റ് എന്താണ്? റൂമൻ നമ്പർ, അത് അതിന്റെ ഐസൊലേഷന്റെ ഓർഡറിനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈക്കോ R1 എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. അതിൽ ഇ എന്ന് പറയുന്നത് എന്താണ്? എസ്ട്രേഷ്യ. കോളി എന്ന് പറയുന്നത് അവിടുത്തെ സ്പീഷീസ് ആണ്, CO അതാണ്. ഓക്കെ, പിന്നെ R എന്ന് പറയുന്നത് അതിന്റെ ഒരു പെർട്ടിക്കുലർ RY ആ ഒരു സ്ട്രെയിൻ ആണ്. പിന്നെ ലൈക്ക് 1 റോമൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഓക്കെ, ഫൈൻ. അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണേ. നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫൈൻ. ഇനി അടുത്തത് RY13 എന്നുള്ളതാണ് ആ ഒരു സ്ട്രെയിനിന്റെ പേര്. ഓക്കെ, ഫൈൻ. ഇനി ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താണ്? അതായത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെ, വെഹിക്കിൾസ് വിച്ച് ആർ യൂസ് ടു ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ, അതിനെയാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് പ്ലാസ്മിഡ്? സ്മോൾ ഡബിൾ സ്ട്രാൻഡഡ് എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് സർക്കുലർ DNA അല്ലെ, ബാക്ടീരിയയിൽ ഒരു എക്സ്ട്രാ DNA കൂടെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ ഈ ഒരു 3 ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കണം മക്കളെ. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ഓറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ടാവും, അവിടെ മാത്രമാണ് റിപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്ലോണിംഗ് വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്പർ ഓഫ് കോപ്പീസ് ഡിസൈഡ് ചെയ്യുന്നതും ഈ ഒരു പെർട്ടിക്കുലർ ORI ആണ് അല്ലെ. പിന്നെ സെലക്ടബിൾ മാർക്കേഴ്സ് നിർബന്ധമായിട്ടും വേണം. ഇവിടെ പ്ലാസ്മിഡിൽ എന്താണ് നമുക്ക് മീൻസ് PBr322 ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാസ്മിഡ് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ നമുക്ക് എന്താണ് AMP-Rഉം TR-ഉം അല്ലെ, അത് രണ്ടും സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ ക്ലോണിംഗ് സൈറ്റ് നിർബന്ധമായിട്ടും വേണം. യെസ്, ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ PBr322 ഈ കോളിന്റെ ക്ലോണിംഗ് വെക്ടർ ആണ് PBr322 എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് നിങ്ങൾ ഈ ഒരു പിക്ചർ അടക്കം ഓർത്തിരിക്കുക. അത് എന്താണെങ്കിലും ചോദിക്കാറുണ്ട് നമ്മളോട്, അത് മറക്കാതെ തന്നെ പഠിക്കുക കേട്ടോ. ഇനി പ്രോസസ്സസ് പെട്ടെന്ന് മിസ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA ആണ്. അത് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം അല്ലെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലെ, ഫ്രാഗ്മെന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ ബൈ ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ആംപ്ലിഫൈ ചെയ്യുന്നു അല്ലെ, നമുക്ക് വേണ്ടത്രയും കോപ്പീസ് ഫോം ചെയ്യിക്കുന്നു. അതിനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്നതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പിന്നെ എന്താണ്? അതിനെ ലിഗേറ്റ് ചെയ്യുന്നു അല്ലെ. സോ ഒരു വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടുന്ന് ജീൻ പ്രൊഡക്ട്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇത്രയും പ്രോസസ്സാണ് നമ്മുടെ പ്രോസസ് ഓഫ് DNA ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഐസൊലേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? DNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്താണ്? റിമൂവ് ചെയ്യണം അല്ലെ. അപ്പോൾ അതിന് ലൈസോസൈം യൂസ് ചെയ്തിട്ട് എന്താണ്? ബാക്ടീരിയലിന്റെ സെൽ വാള് നമ്മൾ റിമൂവ് ചെയ്യുന്നു. സെല്ലുലേസ് ആണെങ്കിൽ പ്ലാന്റ് സെല്ലും അതുപോലെ തന്നെ പ്ലാന്റ് സെൽ വാൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൈറ്റ്നേസ് ആണെങ്കിൽ എന്താണ്? ഫംഗൽ സെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പ്രോട്ടിയേസ് ആണെങ്കിൽ എന്താണ്? പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യും. അതുപോലെ റൈബോന്യൂക്ലിയസ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ RNA റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദ പ്യൂരിഫൈഡ് DNA is precipitated on the addition of chilled ethanol. ഓക്കെ, അപ്പോൾ അവിടെ സ്പൂളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? DNA ത്രെഡ്സ് എന്താണ്? നമ്മുടെ ന്യൂഡിൽസ് പോലെ ഇങ്ങനെ കറക്റ്റ് ത്രെഡ്സ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പൂളിംഗ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ഐസൊലേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഐസൊലേഷനും അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സിന് യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ പ്രോസസ്സാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് മെട്രിക്സ് ഓർ മീഡിയം. ഈ ജെൽ ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്നതാണ് അഗാരോസ്. ഓക്കെ, അത് നിങ്ങൾ എന്താണെങ്കിലും ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഫ്രാഗ്മെന്റ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു ഓറഞ്ച് കളേർഡ് ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എത്തീരിയം ബ്രോമൈഡ് ആണ്. ഇനി ഇവിടെ
ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ജെല്ലിൽ നിന്ന് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ എലൂഷൻ എന്ന് വിളിക്കുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നമ്പർ ഓഫ് കോപ്പീസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഡീനാച്ചുറേഷൻ, DNA ഫ്രാഗ്മെന്റ്സിനെ ആദ്യം അല്ലെങ്കിൽ സ്ട്രാൻഡ്സിനെ ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രൈമറിനെ അതിലേക്ക് ആഡ് ചെയ്യും. എന്താണ് പ്രൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്, ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഒരു പോർഷൻ ആണ് അല്ലേ? അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. 2 സ്ട്രാൻഡ്സ് ഇങ്ങനെയുണ്ട്, അതിനെ നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 സെപ്പറേറ്റ് സ്ട്രാൻഡ്സ് വരുന്നു. ഇതിലേക്ക് നമ്മൾ എന്താണ്? പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്താണ്? എൻസൈംസിന്റെ പ്രസൻസിൽ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? ടാഗ് പോളിമറൈസ് എൻസൈം ആണ്. അത് ഏതിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? തെർമസ് അക്വാറ്റിക്കസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ് എല്ലാം ചെയ്യുന്നത്. ആ ഒരു ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഹോസ്റ്റ് സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കാൻ പറ്റുമോ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ സെൽ എന്താണ്? നമ്മുടെ ഡൈവാലൻ കാറ്റയോൺ, കാൽസ്യം പോലുള്ള ഡൈവാലൻ കാറ്റയോൺ വെച്ചിട്ട് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ റീകോംബിനന്റ് DNA നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്? അതിനെ ഐസിൽ വെക്കുന്നു അല്ലേ? അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഒരു ഹീറ്റ് ഷോക്ക് നമ്മൾ കൊടുക്കുന്നു 42 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഓക്കെ, പിന്നെ എന്താണ്? ഐസിലേക്ക് തിരിച്ച് മൂവ് ചെയ്യുന്നു അല്ലേ? ആ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കുന്നത്. ഓക്കെ, യെസ്, ഫൈൻ. ഇനി ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്. അതുപോലെ അടുത്തതാണ് ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. അത് യൂഷ്വലി പ്ലാന്റ് സെല്ലിലും, മൈക്രോ ഇഞ്ചക്ഷൻ യൂഷ്വലി എന്തിലാണ്? ആനിമൽ സെല്ലിലുമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി എന്താണ് ബയോ റിയാക്ടർ? അത് വിത്ത് പിക്ചർ നിങ്ങൾ പഠിക്കണേ. ബയോ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് വെസൽ യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. എന്താണ്? എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ വെസൽസിനെയാണ് നമ്മൾ ബയോ റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിലെന്താണ്? കൃത്യമായിട്ട് pHും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2 ടൈപ്പ് ഓഫ് ബയോറിയാക്ടേഴ്സ് ആണ്, സിമ്പിൾ സ്റ്റിർഡ് ആൻഡ് സ്റ്റിർ ടാങ്ക് ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. അവിടെ എന്താണ്? നമുക്ക് വേണ്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് എന്താണ്? പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തി നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ചാപ്റ്റർ. ഓക്കെ, ഇതിന്റെ യൂസസിൽ നമ്മുടെ BT കോട്ടൺ, ഓക്കെ, ആപ്ലിക്കേഷനിൽ BT കോട്ടൺ നമ്മൾ എന്താണെങ്കിലും ഓർത്തിരിക്കുക. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കോട്ടൺ പ്ലാന്റിനെയാണ് നമ്മൾ BT കോട്ടൺ എന്ന് വിളിക്കുന്നത്. അവിടെ എന്ത് കാണാൻ പറ്റും? ക്രൈ ജീൻ കാണാൻ പറ്റും. ഇവിടെ BT എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ബാസിലസ് തുറൻജിൻസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്രൈ പ്രോട്ടീൻ അല്ലേ, ഈ ഒരു BT ടോക്സിൻ അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്? കോട്ടൺ ബോൾ വാം വരുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അവരുടെ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ എന്താണ്? അത് അവിടെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ അത് നശിച്ചു പോവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചത്തുപോവാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ അത് ബാക്ടീരിയക്ക് ഒരിക്കലും ഹാംഫുൾ അല്ല. അത് ഈ ഒരു ബോൾ കോട്ടൺ വാമിൽ മാത്രമാണ്, അവരുടെ pHന്റെ മീൻസ് ഇതനുസരിച്ച് മാത്രമാണ് ഇത് ടോക്സിക് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രോടോക്സിൻ ആയിട്ട് ബാക്ടീരിയയിൽ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അത് മിസ് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ ആയിപ്പോൾ. അതുകൊണ്ടാണ് ആൽക്കലൈൻ pH ഉണ്ടാവുന്ന സമയത്ത് അത് എവിടെ എത്തണം? ബോൾ വോമിൽ എത്തുമ്പോൾ മാത്രമേ ആ ഒരു ആൽക്കലൈൻ pH അതിന് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഈ ഒരു പ്രോടോക്സിൻ എന്താണ്? ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ശരിക്കുള്ള ആക്ഷൻ അവിടെ കൊണ്ടുവരുള്ളൂ. ഓക്കെ, യെസ്. ഇനി RNA ഇന്റർഫറൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ്? A cellular defense that silence mRNA, okay, due to a complementary double-stranded RNA. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രസൻസിൽ എന്താണ്? സൈലൻസ് ചെയ്യാൻ പറ്റും. ഒരു mRNA നമ്മൾ സൈലൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ നമ്മളവിടെ യൂസ് ചെയ്യുകയാണ് അല്ലേ? മെലിഡോഗൈൻ ഇൻകോഗ്നിഷ്യയിൽ അല്ലേ, ഒരു നെമറ്റോഡ് ആണ്. ആ ഒരു നെമറ്റോഡിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ്? ടുബാക്കോ പ്ലാന്റിൽ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ മീൻസ് ബാക്ടീരിയ അല്ലേ, സോറി ബാക്ടീരിയ അല്ല, ഈ പറഞ്ഞ എന്താണ്? നെമറ്റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യുക, ഇറ്റ്സ് ഫൈൻ. എന്താണ്? ടുബാക്കോ പ്ലാന്റിലേക്ക് നമ്മൾ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ നെമറ്റോഡ് സ്പെസിഫിക് ജീൻസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്താണ്? അഗ്രോ ബാക്ടീരിയം വെക്ടർ വെച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സെൻസും ആൻറ്റി സെൻസും ആയിട്ടുള്ള ഈ ഒരു
മീൻസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് എന്താണ് അവിടെ ഉണ്ടാവും അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ RNA അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കോംപ്ലിമെന്ററി ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മറ്റതിന് എന്താണ് പോയിട്ട് സൈലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഈ ഒരു ട്രാൻസിനിക് ആയിട്ടുള്ള ഈ ഒരു മാറ്റം വരുത്തിയുള്ള ടുബാക്കോ പ്ലാന്റിൽ ഒരിക്കലും ഈ നെമറ്റോഡിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇൻസുലിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇൻസുലിനിൽ രണ്ട് ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് കാണാൻ പറ്റുന്നത്. ചെയിൻ എയും ഉണ്ട്, ചെയിൻ ബിയും ഉണ്ട്. അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ടാണ്. അത് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്ട്രക്ചറൽ ഡിഫറൻസസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പ്രോ ഇൻസുലിനും ഇൻസുലിനും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രോ ഇൻസുലിൻ നമുക്ക് എക്സ്ട്രാ ഒരു സ്ട്രെച്ചും കൂടെ കാണാൻ പറ്റും. എന്താ സി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്, അത് മെച്യൂർ ഇതിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റില്ല. ഇനി എലി ലില്ലി 1983 ആദ്യമായിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നില്ല കേട്ടോ. മിസ് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ജീൻ തെറാപ്പി ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ജീൻ തെറാപ്പി എന്താണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മീൻസ് ചെയ്യുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ലൈക്ക് അതായത് അഡിനോസിൻ ADA ഡെഫിഷ്യൻസി. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ എൻസൈം എന്തിലാണ് ആക്ടിവേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ADA ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ജീൻ തെറാപ്പി കൊടുക്കുന്നത്. ഒത്തിരി കോണ്ടന്റ് ഉള്ളതുകൊണ്ട് മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ സ്റ്റക്കായി പോകുന്നതാണ്. സോ ലിംഫോസൈറ്റ്സ് എന്താണ് നമ്മൾ ഗ്രോ ചെയ്യുന്നു, പുറത്ത് ലാബിൽ ഗ്രോ ചെയ്യുന്നു. അതിലേക്ക് എന്താണ് നമ്മൾ ഈ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ADA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ ഈ പറഞ്ഞ പ്രൊസീജിയർ ആ ഒരു പ്രൊഡക്ഷൻ എല്ലാം അതേപോലെ നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ റീ ഇൻജെക്ട് ചെയ്യുന്നു ആ കുട്ടിയുടെ ബോഡിയിലേക്ക് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മീൻസ് എംബ്രിയോ സ്റ്റേജിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അല്ലേ ഇത് മീൻസ് മാറ്റി ഇതേപോലെ പുതിയത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് അത് കുറച്ച് കോസ്റ്റ്ലി ആവും, റൈറ്റ്. പക്ഷെ അത് നമുക്ക് എന്താണ് ചെറുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഈ ഒരു ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇത്ര സ്പെസിഫിക് ഡേയ്സ് മാത്രമേ ഉള്ളൂ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അതിൻ്റെ ലൈഫ് സ്പാൻ കഴിയും. അതുകൊണ്ടാണ് പുതിയ ലിംഫോസൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ അത് എംബ്രിയോ സ്റ്റേജിലാണ് എങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ തന്നെ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. ഇതും എന്താണ് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. ട്രാൻസിനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു ആൾട്ടറേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ട്രാൻസിനിക് ആനിമൽസ് എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷൻസ് നിങ്ങളൊന്ന് നോക്കി പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. യെസ് ഫൈൻ. ഇനി ഇവിടെ ഫസ്റ്റ് ട്രാൻസിനിക് കൗ റോസി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എലീസ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട്. GAC ചോദിക്കാറുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പിന്നെ ടിഷ്യൂ കൾച്ചർ, എക്സ്പ്ലാന്റ് എന്താണ്, ആ ഒരു കൾച്ചറിങ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റിന്റെ ആ ചെറിയ പാർട്ടിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു ഹോൾ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഫൈൻ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിച്ചാൽ മതി. ഇനി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നാലുമാണ്. നാറ്റാലിറ്റി എന്താണ്, ഇമിഗ്രേഷൻ എന്താണ്, അതുപോലെ മോർട്ടാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ എന്താണെന്നുള്ള കാര്യം പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറാണ്. ഈ ഒരു പിക്ചർ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെ, ടൈം ടി ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി അറ്റ് ടൈം T+1 എന്ന് പറയുന്നത് എന്താണ് N+1 NT B+I - D+E എന്താണ് ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഇമിഗ്രേഷനും ആണ്. പിന്നെ എന്താണ് ഡെത്ത് റേറ്റും അതുപോലെ എമിഗ്രേഷനും ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുറത്തേക്ക് പോവുക, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്ത് പോകുന്ന കാര്യം അല്ലെ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരിക അല്ലെ. അപ്പോഴാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് എന്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും അതുപോലെ ജോമെട്രിക്കൽ ഗ്രോത്ത് മോഡൽ, അങ്ങനെ രണ്ട് മോഡൽസ് ആണുള്ളത് പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് നിങ്ങൾ പഠിക്കണം. ആ ഒരു ലോഗിസ്റ്റിക് ഗ്രോത്തും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഫൈൻ. ദെൻ ഇവിടെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, റൈറ്റ്, മ്യൂച്വലിസം,
അതുപോലെ പാരസൈറ്റിസം, കമൻസാലിസം, പ്രഡേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് അമെൻസാലിസം. ഓക്കെ, ഇതിലെല്ലാം സ്പീഷീസ് എയും ബിയും ആ ഇൻട്രാക്ഷൻ എന്താണെന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് വിത്ത് സൈൻ. ആ സൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. യെസ്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എക്സാമ്പിളും പഠിക്കുക. മിസ് അതെല്ലാം പറഞ്ഞു വെക്കഴിഞ്ഞാൽ ഒത്തിരി ടൈം ആവേ. ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റീൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും എന്താണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, GPP ആൻഡ് NPP എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. അതുപോലെ NPP = GPP - R റെസ്പിറേറ്ററി ലോസ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗങ്ങൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതാണ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നിങ്ങളോട് ചോദിക്കും. അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡീകമ്പോസിഷൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. പിന്നെ ഫുഡ് ചെയിൻ എന്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ടൈപ്പ്, ഗ്രേസിംഗ് ഫുഡ് ചെയിനും അതുപോലെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും, ഇത് രണ്ട് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ അതും പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ പിരമിഡ്സ് നിങ്ങളൊന്ന് നോക്കി പോവുക. പിരമിഡ് ഓഫ് നമ്പർ എന്താണ്, ഇതിൽ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ട്രീ എക്കോസിസ്റ്റം എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ പിരമിഡ് ഓഫ് ബയോമാസ്, അതിലും അക്വാട്ടിക് ഇക്കോസിസ്റ്റം എന്താണ്, ഇൻവേർട്ടഡ് ആയിരിക്കും. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് മിസ് പറയുന്നത് അതൊക്കെയാണ് നിങ്ങളോട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താണ്, അപ്രൈറ്റ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ് നമ്മളോട് ചോദിക്കാറുണ്ട്. എനർജി ഫ്ലോ എന്താണ്, എപ്പോഴും എന്താണ്, യൂണി ഡയറക്ഷനിലായതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഈ ഒരു പിരമിഡ് ഓഫ് എനർജി ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ മാത്രം കാണാൻ പറ്റുന്നത്, അല്ലേ, എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇക്കോസിസ്റ്റം, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. മിസ് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഫസ്റ്റ് 2 ചാപ്റ്റർ മിസ് അത്യാവശ്യം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ബാക്കി 3 ചാപ്റ്റർ മിസ് ഒന്ന് വേഗം ഓടിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് അത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിട്ട് പോവുക, നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ബോട്ടണീൻ്റെ കാര്യത്തിൽ മിസ് 100% ഷുവർ പറയുകയാണ്. എക്സാം എഴുതുന്ന കുട്ടികളോടാണ് മിസ് ഇത് പറയുന്നത്. ഇമ്പ്രൂവ് ചെയ്യുന്നവർ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് നിങ്ങൾക്ക് ഒരു റിവിഷൻ മാത്രമായിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ താങ്ക് യു ആൻഡ് ബൈ ബൈ.